തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് എല്ലാവരും. ഭയങ്കര എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരെയും സഹായിക്കാനോ ഒന്നിനും ഒരു സമയമില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരെ ഒന്ന് എങ്ങോട്ടാണ് പോവേണ്ടത്, റോഡ് ക്രോസ് ചെയ്യിക്കാനാണോ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും വേഗം ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ജസ്റ്റ് ഒരാളോട് ഒന്ന് സഹായം ചോദിച്ചാൽ ചിലപ്പം അവർ മൈൻഡാക്കും, ചിലപ്പോൾ നമ്മളെ മൈൻഡ് ആക്കൂല. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് നമ്മളെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചിട്ടൊന്ന് നമ്മളെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യിക്കാനാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന ബസ് കാണിച്ചു തരണം, അതൊക്കെ പറഞ്ഞിട്ടായിരിക്കണം. ഇന്ന ഭാഗത്തേക്ക് എങ്ങനെയാണ് പോവുക, അതൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ടാവുക ജനങ്ങളോട്. അപ്പോൾ ചില ലേഡീസൊക്കെ എനിക്കറിയില്ല, എനിക്ക് തീരെ അറിയില്ല എന്നുള്ള ഒരു സംസാരം ഉണ്ടാവാറുണ്ട് ലേഡീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അവർക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ നമ്മളോട് അങ്ങനെ അങ്ങ് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ. അവർക്ക് കാണുമല്ലോ, നമുക്കിത് കാണുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് കണ്ടിട്ട് നമ്മളെ ഒന്ന് ക്രോസ് ചെയ്യിപ്പിച്ചുകൂടെ, അല്ലെങ്കിൽ ആ ബസ്സൊന്ന് കയറ്റിത്തരാനൊന്ന് അവർക്ക് ബോർഡ് വായിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഒന്ന് നമ്മളെ മനസ്സിൽ ചിന്തിച്ച് പോകും. ഞാൻ തന്നെ പലപ്പോഴായിട്ട് അവരോട് ഈ ഒരു സംഗതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറ്റ്യാടി തണലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് കൊണ്ടോട്ടിയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പം 6 മണിക്ക് ബസ്സിൽ കൊണ്ടോട്ടിയിൽ നിന്നും പോരും. 8:45 നമ്മളാണ് തണലെത്തുക. അപ്പോൾ ഞാൻ കോഴിക്കോട് ഇറങ്ങുമ്പം എനിക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ബസ് കിട്ടേണ്ട ആ ഒരു സമയത്താണ് ഞാൻ എത്താറുള്ളത് ഏകദേശം. അപ്പോൾ ആ ബസ്സിലേക്ക് പോകുമ്പം മിക്കപ്പോഴും എന്നോട് അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ചും കൊണ്ടാക്കി തരുന്നു ഉണ്ടാവാറുണ്ട്. പക്ഷേ അപൂർവം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സന്ദർഭം നമ്മൾ ഒഴിവാക്കണം എന്നാണ്. സന്ദർഭം ഒഴിവാക്കിയിട്ട് നമ്മളെ സഹായിക്കാനുള്ളൊരു മനസ്സെല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് നമ്മൾ സമൂഹത്തോട് പറയാനുള്ളത്.
ഇനി ഇങ്ങോട്ട് ആ സർ ഒന്ന് കിട്ടും എൻ്റെ പേര് ഇൻഷിത. ഞാൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ് പഠിക്കുന്നത്. ഞാൻ വരുന്നത് അങ്ങാടിപ്പുറത്ത് നിന്നാണ്. ഞങ്ങൾ NSSൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വിസിറ്റിങ്ങിനായിട്ട് വന്നത്. എന്നാൽ ഞാനിവിടെ കണ്ടു കാണാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെയായിരിക്കും ഓരോ ലൈഫിൽ സഫർ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഓരോ ദിവസവും എങ്ങനെയായിരിക്കും സഫർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതെനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. ഒരു ബെല്ലായിക്കോട്ടെ, അതുപോലെ ഇനി ഫോണിൻ്റെ റിംഗ് ടോൺ എന്താണെങ്കിലും ഒരു സൗണ്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വഴി പോലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് അവർ എന്നും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും നിന്ന് തരണം. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് നമ്മളെ പോലെ ഒന്നും ഒരു കാര്യം ചെയ്യാനുള്ള കാര്യം സംഭവിക്കില്ല. പിന്നെ അതിനുശേഷം ആണെങ്കിലും ഇപ്പോൾ അവർക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും സ്വന്തമായിട്ട് ഒരിക്കലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഹെൽപ്പിങ്ങിന് ഒരാൾ നിന്ന് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വേറൊരു താത്ത ഇവിടെ ക്ലാസ് എടുത്തു തന്നു. ഇപ്പോൾ കണ്ണ് കാണാത്തൊരു കുട്ടീനെ എങ്ങനെയാണ് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊരു ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു വന്നു. അവർ കൈയിൻ്റെ പിൻഭാഗത്ത് അവരെ പിടിക്കാൻ പറയുകയും നമ്മൾ പോകുന്നതിനനുസരിച്ച് അവർ നമ്മുടെ പിന്നാലെ വരുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പഠിച്ചൊരു കാര്യം. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം എന്തൊരു ഹെൽപ്പ് കണ്ണ് കാണാത്തവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തൊരു ഹെൽപ്പാണെങ്കിലും ഞാൻ ചെയ്യും. താങ്ക് യു. കാഴ്ചയില്ലായ്മ 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള 21 ഡിസേബിലിറ്റികളിൽ ഒന്നാണ്. അപ്പോൾ ഈ നിയമം കാഴ്ചയില്ലാത്തവരെ എങ്ങനെയാണ് കാണുന്നതെന്നും അവരുടെ യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും വേഗത്തിൽ നോക്കാം. ഒന്നാമതായി, എന്താണ് കാഴ്ചയില്ലായ്മ? സിമ്പിളായി പറഞ്ഞാൽ, കാഴ്ചയില്ലായ്മ എന്നത് ഒരാൾക്ക് പൂർണ്ണമായും കാണാനാവാതെയോ കണ്ണടയോ ചികിത്സയോ നൽകിയിട്ടും വളരെ കുറച്ചു മാത്രമേ കാണാനാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ചിലർക്ക് വെളിച്ചമോ നിഴലുകളോ മാത്രമേ കാണാനാകൂ. മറ്റു ചിലർക്ക് ഒന്നും തന്നെ കാണാനാകില്ല. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഗ്ലോക്കോമ പോലെ കണ്ണിനകത്തെ പ്രഷർ കൂടുന്നതാവാം.
അല്ലെങ്കിൽ തിമിരം വരുന്നതുകൊണ്ടാവാം. ചിലപ്പോൾ പ്രമേഹം കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കുന്നതും ഒരു കാരണമാകാറുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കുള്ള വെല്ലുവിളി കാഴ്ചയുടെ കുറവ് മാത്രമല്ല, അതിനനുസരിച്ച് മാറാത്ത നമ്മുടെ ചുറ്റുപാടുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന നടപ്പാതയിലെ ഒരു ചെറിയ തടസ്സം പോലും അവർക്ക് വലിയൊരു അപകടമായേക്കാം. അതുപോലെ വിവരങ്ങൾ കിട്ടാനും നല്ല വിദ്യാഭ്യാസം നേടാനും ഒരു ജോലി കണ്ടെത്താനും അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇത് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കാരണമാകും. എന്നാൽ കാഴ്ചയില്ലായ്മ അനുഭവിക്കുന്നവർ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സ്പർശനാധിഷ്ഠിത ലിപിയാണ് ബ്രെയിൽ ലിപി. ഇന്ന് നമുക്ക് ഒരുപാട് ടെക്നോളജിയുണ്ട്. സേഫായി നടക്കാൻ വഴികാട്ടുന്ന വൈറ്റ് കെയിൻ, ഫോണിലെ എഴുത്തുകൾ ഉറക്കെ വായിച്ചു തരുന്ന സ്ക്രീൻ റീഡറുകൾ, അങ്ങനെ പലതും. പക്ഷേ ടെക്നോളജി മാത്രം പോരല്ലോ. അവസാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു മര്യാദയാണ്. പിന്നെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്, അതുപോലെ മറ്റു കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മൾ സഹതാപമല്ല കാണിക്കേണ്ടത്, ബഹുമാനവും തുല്യ അവസരങ്ങളുമാണ് നൽകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, വിവേചനമില്ലാത്ത സമത്വപരമായ പെരുമാറ്റം എന്ന സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം ശരിക്കും മുന്നോട്ടു പോകുന്നത്.